നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഓരോ ദിവസവും പുതിയ പദങ്ങൾ അറിഞ്ഞു പഠിക്കാം. ഇന്നത്തെ പുതിയ പദങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ പദം പേഷ്യൻ്റ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള എന്നാണ് അർത്ഥം. ലാറ്റിൻ പദമായിട്ടുള്ള പേഷ്യൻസ്, അതായത് സഹിക്കുന്ന എന്നൊക്കെ അർത്ഥം വരുന്ന പേഷ്യൻസ് എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേഷ്യൻ്റ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഷീ വാസ് പേഷ്യൻ്റ് വൈൽ വെയിറ്റിംഗ് ഫോർ ഹെർ ടേൺ അറ്റ് ദി ഡോക്ടേഴ്സ് ഓഫീസ്. ഷീ വാസ് പേഷ്യൻ്റ്, അവൾ ക്ഷമയുള്ളവളായിരുന്നു. വൈൽ വെയിറ്റിംഗ്, വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, വൈൽ എന്ന് പറഞ്ഞ സമയത്ത് എന്നർത്ഥം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ ഹെർ ടേൺ, അവളുടെ ഊഴത്തിനായിട്ട്, അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ്, ഡോക്ടറുടെ ഓഫീസിൽ. മറ്റൊരു ഉദാഹരണം, ടീച്ചിങ് ചിൽഡ്രൻ റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ടീച്ചിങ് ചിൽഡ്രൻ, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് റിക്വയേഴ്സ്, ആവശ്യമാണ്. എ ലോട്ട് ഓഫ് പേഷ്യൻസ്, ഒരുപാട് ക്ഷമ ആവശ്യമാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുപാട് ക്ഷമ ആവശ്യമാണ് എന്നർത്ഥം. അടുത്ത പദം ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സർഗശക്തിയുള്ള എന്നർത്ഥം. നല്ല ഇമാജിനേറ്റീവൊക്കെ ആയിട്ടുള്ള ഐഡിയകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള എന്നർത്ഥം. ക്രിയേറ്റീവ്. നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ക്രിയർ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ക്രിയേറ്റീവ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഹീസ് എ വെരി ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്. അവൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള സർഗശക്തിയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഹു ഓൾവേസ് കംസ് അപ്പ്, അവൻ എപ്പോഴും കൊണ്ടുവരും വിത്ത് യുണീക്ക് ഡിസൈൻസ്, പുതിയ യുണീക്കായിട്ടുള്ള, യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമായിട്ടുള്ള ഡിസൈനുകൾ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അവൻ. ദ ടീം ബ്രെയിൻ സ്റ്റോംഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ടു ദി പ്രോബ്ലം. ദ ടീം ബ്രെയിൻ സ്റ്റോംഡ്, ആലോചിച്ചു, ക്രിയേറ്റീവ് സൊല്യൂഷൻസ്, സൃഷ്ടിപരമായിട്ടുള്ള പരിഹാരങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള പരിഹാരങ്ങൾ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സർഗശക്തിയുള്ള, സൃഷ്ടിപരമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. ടു ദി പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന് വേണ്ടിയുള്ള, ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ ആ ടീം ആലോചിച്ചു എന്നർത്ഥം. അടുത്ത പദം കോൺഫിഡൻ്റ് എന്നാണ്. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള, സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ള ആൾക്കാണ് കോൺഫിഡൻ്റ് എന്ന് പറയാം. ഈ പദം കോൺഫിഡർ, വിശ്വാസമുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന കോൺഫിഡർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഷീ വാക്ക്ഡ് ഇൻ ടു ദി ഇൻ്റർവ്യൂ ഫീലിംഗ് കോൺഫിഡൻറ്റ് ആൻഡ് പ്രിപ്പയർഡ്. ഷീ വാക്ക്ഡ് ഇൻ ടു ദി ഇൻ്റർവ്യൂ, ഇൻ്റർവ്യൂയിലേക്ക് അവൾ നടന്നു. ഫീലിംഗ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസത്തോടുകൂടെ. ആൻഡ് പ്രിപ്പയർഡ്, നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ടും. നെക്സ്റ്റ് ഉദാഹരണം, ഹിസ് കോൺഫിഡൻറ്റ് ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ആത്മവിശ്വാസമുള്ള മനോഭാവം. മെയ്ഡ് എവ്രി വൺ ബിലീവ്, എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ഇൻ ഹിസ് പ്ലാൻ, അവൻ്റെ പ്ലാനിൽ. ഒരു വെർബിൻ്റെ മുന്നേ മെയ്ക്ക് എന്ന് കൊടുത്താൽ ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥം വരും. മെയ്ക്ക് ബിലീവ്, വിശ്വസിപ്പിക്കുക എന്നർത്ഥം. മെയ്ക്ക് ബിലീവ്, വിശ്വസിപ്പിക്കുക. മെയ്ഡ് ബിലീവ്, വിശ്വസിപ്പിച്ചു. മെയ്ക്ക് റീഡ്, വായിപ്പിക്കുക. മെയ്ക്ക് ഡ്രിങ്ക്, കുടിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അടുത്ത പദം ഫ്ലെക്സിബിൾ എന്നാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വഴക്കമുള്ള എന്നർത്ഥം. മാറ്റങ്ങൾക്ക് വരുത്താൻ സാധ്യമാകുന്ന എന്നൊക്കെ അർത്ഥം. പെട്ടെന്ന് മാറാവുന്ന എന്നർത്ഥം. ഉദാഹരണം നോക്കാം. ബീയിങ് ഫ്ലെക്സിബിൾ വിത്ത് യുവർ ഷെഡ്യൂൾ ക്യാൻ ഹെൽപ്പ് യു ബാലൻസ് വർക്ക് ആൻഡ് ലൈഫ്. ബീയിങ് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത്, അതായത് വഴക്കം കാണിക്കുക എന്നുള്ളത്. വിത്ത് യുവർ ഷെഡ്യൂൾ, നിങ്ങളുടെ ഷെഡ്യൂളിൽ വഴക്കം കാണിക്കുന്നത്. ക്യാൻ ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കും. ബാലൻസ് ചെയ്യാൻ, സന്തുലിതമാക്കാൻ സഹായിക്കും. വർക്ക് ആൻഡ് ലൈഫ്, ജീവിതവും വർക്കും, നമ്മുടെ ജോലിയും ജീവിതവും. അപ്പം നിങ്ങളുടെ ഷെഡ്യൂളിൽ വഴക്കം കാണിക്കുന്നത് നിങ്ങളുടെ ജോലിയും ജീവിതവും ഒക്കെ സന്തുലിതമാക്കാൻ സഹായിക്കും. മറ്റൊരു ഉദാഹരണം, ദ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ ഫ്ലെക്സിബിൾ എംപ്ലോയീസ്. കമ്പനി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വഴക്കമുള്ള എംപ്ലോയീസിനെ തിരയുകയാണ്. ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുകയാണെന്ന് അർത്ഥം. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കുക. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുക എന്നർത്ഥം. ഹു ക്യാൻ ഹാൻഡിൽ ചേഞ്ച്, മാറ്റങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന അങ്ങനത്തെ എംപ്ലോയീസിനെ തിരയുകയാണ്. ഈ പദം വന്നിട്ടുള്ളത് ലാറ്റിനായി വേർഡായിട്ടുള്ള ഫ്ലെക്സിബിലിസ് എന്നുള്ള പദത്തിൽ നിന്നാണ്. അതിനർത്ഥം പെട്ടെന്ന് വളയുക എന്നാണ് അർത്ഥം. അടുത്ത പദം
ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ, ആത്മാർത്ഥമായ, സത്യമായ എന്നൊക്കെ അർത്ഥം. ഈ പദം ഹോണറബിൾ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്നൊക്കെ അർത്ഥം വരുന്ന ഹോണസ്റ്റസ് എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ്. ഉദാഹരണം നോക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഹോണസ്റ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനമാണ്, ടു ബി ഓണസ്റ്റ്, സത്യസന്ധമായിരിക്കുക എന്നുള്ളത്, വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും. മറ്റൊരു ഉദാഹരണം, ഹി ഗേവ് ആൻ ഓണസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് ദി പ്രോജക്റ്റ് ഈവൻ ദോ ഇറ്റ് വാസ് ക്രിട്ടിക്കൽ. ഹി ഗേവ് ആൻ ഓണസ്റ്റ് ഒപ്പീനിയൻ, അവനൊരു, ഈ ഓണസ്റ്റ് എന്നുള്ളതിൻ്റെ ഉച്ചാരണം ഓണസ്റ്റ് എന്നാണ്, എച്ച് സൈലൻ്റ് ആണ്, അതുകൊണ്ടാണ് ആൻ ഓണസ്റ്റ് എന്ന് പറഞ്ഞത്. അത് വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് ആൻ ഉപയോഗിച്ചത്. അപ്പോൾ അവനൊരു സത്യസന്ധമായ അഭിപ്രായം നൽകി അബൌട്ട് ദി പ്രോജക്റ്റിനെ കുറിച്ച്, ഈവൻ ദോ ആണെങ്കിൽ പോലും, ഇറ്റ് വാസ് അതായിരുന്നെങ്കിൽ പോലും, ക്രിട്ടിക്കൽ വിമർശനാത്മകമായിരുന്നെങ്കിൽ പോലും അവനൊരു ഓണസ്റ്റ് ഒപ്പീനിയൻ ആ പ്രൊജക്റ്റിനെ കുറിച്ച് നൽകി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 5 പദങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക.